ചിന്തിക്കുവാൻ നമ്മൾ ആലോചിക്കണം. പ്രതികൂല സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും കടന്നു വരാറുള്ളത്. അനുകൂല സാഹചര്യങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളാണ് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. അതേ തിന്മയിലേക്ക് മാടി വിളിക്കുന്ന, തിന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന സംവിധാനങ്ങൾക്ക് നടുവിലാണ് മഹാഭൂരിപക്ഷം സമയത്തും നമ്മൾ ഉള്ളത്. നന്മയിലേക്ക് മാടി വിളിക്കുന്ന സംവിധാനങ്ങൾ വളരെ വിരളവുമാണ്. അതുകൊണ്ട് തന്നെ ഏറെ സൂക്ഷ്മതയില്ലാത്തവർ അടിപതറി വീഴുന്ന മേഖലകളാണ്. അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് സ്ത്രീ പുരുഷ സങ്കലനം. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് താമസിക്കേണ്ടുന്ന, ഇടകലർന്ന് ഇടപഴകേണ്ടി വരുന്ന മേഖലകൾക്ക് നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലാണ് എൻ്റെ പൊന്നനിയന്മാരെ, അനിയത്തിമാരെ, നിങ്ങൾക്കുള്ള പഠനകാലം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിന് നമ്മൾ നിർബന്ധിതരാണ്. നമ്മുടെ ക്യാമ്പസുകൾ അങ്ങനെയാണ്. പക്ഷേ അതേ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കണം, ഏത് രൂപത്തിൽ എവിടെയാണെങ്കിലും എന്നോട് എൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ. വീട്ടിലാകുമ്പോ, നാട്ടിലാകുമ്പോ, പരിചയക്കാർക്കിടയിലാകുമ്പോ എന്നല്ല അല്ലാഹു പറഞ്ഞത്. പള്ളിയിലായിരിക്കെ എന്നല്ല പറഞ്ഞത്. ഉത്ബോധന സദസ്സുകളിലേക്ക് വരുമ്പോ, അവിടെ ഇരിക്കുമ്പോ എന്ന് മാത്രവുമല്ല, എവിടെ നമ്മൾ ഇരുന്നാലും, ആരോടൊപ്പം നമ്മളുണ്ടെങ്കിലും, ആരോടൊപ്പം നമ്മെ ആരും ഇല്ലെങ്കിലും തന്നെയും, വഹുവ മഅകും ഐനമാ കുൻതും. വഹുവ അവൻ ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. മഅകും നിങ്ങളുടെ കൂടെയുണ്ട്. സദാ നിരീക്ഷകനായിട്ട് എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ബോധം നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ പഠന ക്ലാസ് മുറികളിലും, നമ്മുടെ ഹോസ്റ്റൽ മുറികളിലും, നമ്മുടെ ക്യാമ്പസിൻ്റെ വേളകളിലും, നമ്മുടെ സ്റ്റഡി ടൂറിൻ്റെ കാലഘട്ടങ്ങളിലും, നമ്മുടെ മറ്റു അധ്യയന വർഷങ്ങളിലും, അതുപോലെ തന്നെ ഹോളിഡേയ്സ് കിട്ടുന്ന അവസരങ്ങളിലും എല്ലാം നമ്മെ നിയന്ത്രിക്കുന്ന പരമപ്രധാനമായ വിശ്വാസം ഇതാണ്, അല്ലാഹു റബ്ബുൽ ആലമീൻ. വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പം നിരീക്ഷകനായിട്ടുണ്ട്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം. അതുകൊണ്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ നമ്മെ കാത്തിരിക്കുന്ന ക്യാമ്പസിൻ്റെ മേഖലകൾ പ്രതികൂല സാഹചര്യങ്ങൾ നിറഞ്ഞതാണ്. പക്ഷേ അവിടെയും നിങ്ങൾക്ക് പതറിപ്പോകാൻ പാടില്ല. കാരണം ഈമാനിൻ്റെ ഏറ്റവും വലിയ ജ്വാലയാണ് നമ്മുടെ കൽബുകളിൽ. ഇവിടെ നിന്ന് ഒരല്പമെങ്കിലും നമ്മൾ കൊളുത്തി വെച്ച് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഒരു പ്രതികൂല സാഹചര്യം നമുക്ക് മറ്റൊന്നുമുണ്ട്, നമ്മുടെ പ്രായം. പ്രായത്തിനൊരു പ്രത്യേകതയുണ്ട്. ആരെടാ എന്ന് ചോദിച്ചാൽ ഞാനെടാ എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ ചോരത്തിളപ്പുള്ള, യൗവനത്തിൻ്റെ ചുറുചുറുക്കുള്ള, തുള്ളിച്ചാട്ടത്തിൻ്റെ ഘട്ടമാണ്. ആരെയും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത, ആർക്കും വഴങ്ങിക്കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു കാലഘട്ടമാണ് ശബാബ്, യൗവനം എന്ന് പറയുന്ന കാലഘട്ടം. അതും നമുക്കൊരു പ്രതികൂല സാഹചര്യമാണ്. പക്ഷേ ഒന്നോർക്കണം, കണ്ടില്ലേ, ശീതീകരിച്ച ഈ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങളില്ല. ഒരല്പനേരമൊന്ന് പുറത്തേക്കിറങ്ങി നട്ടുച്ച നേരത്തുള്ള വെയിലൊന്നേറ്റാൽ വാടിത്തളർന്നു പോകുന്ന മുഖങ്ങളാണ്, വിയർപ്പിനാൽ ഒഴുകുന്ന മുഖങ്ങളാണ്, പ്രയാസത്താൽ വിഷമിക്കുന്ന ശരീരങ്ങളാണ്. പക്ഷേ നാളെ പരലോകത്ത് ഏറ്റവും കഠിനമായ ചൂടിൽ നമ്മൾ വെന്തുരുകുമ്പോ റഹ്മാനായ റബ്ബ് ചില വിഭാഗം ആളുകൾക്ക് അവൻ്റെ പ്രത്യേകമായ തണുപ്പും തണലും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പറഞ്ഞത് ആരെയാണെന്ന് ഓർക്കണം. വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി. തൻ്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ട്
മാനിച്ചുകൊണ്ട്, തൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എ മുതൽ സെഡ് വരെയുള്ള മേഖലകളെ ക്രമീകരിക്കുകയും ശുദ്ധീകരിക്കുകയും സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ള ചെറുപ്പക്കാരൊക്കെയുണ്ടോ, യുവാക്കളുണ്ടോ, യുവതികളുണ്ടോ, അവർക്ക് നാളെ പരലോകത്ത് ആർക്കും തണലില്ലാതെ വെന്തുരുകുന്ന ദിവസത്തിൽ തണുപ്പേറിയ തണൽ നൽകുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു പ്രതികൂല സാഹചര്യമുണ്ട്, തിന്മയിലേക്ക് അടിവിളിക്കുന്ന മറ്റൊരു സാഹചര്യം. അത് ഞാൻ ആദ്യം പറഞ്ഞ സാഹചര്യത്തിൻ്റെ ഉപഘടകമാണ്. നമ്മളൊന്ന് തഖ്വയിൽ ജീവിക്കാൻ വിചാരിച്ചാലും, അരുതാത്തത് കാണില്ല, കേൾക്കില്ല, പറയില്ലെന്ന് വിചാരിച്ചാലും അരുതായ്മകളിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടുപോകാൻ, നമ്മുടെ കണ്ണുകളെ ആകർഷിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങളുടെ ആ പ്രത്യേകമായ ഗ്രാഫ് ഉയർത്തി ഉയർത്തി നമ്മെ അധപ്പതിപ്പിക്കുവാനുള്ള മോശകരമായ വിധാനങ്ങൾ കൊണ്ട് നമ്മുടെ എതിർലിംഗത്തിലുള്ളവർ നമ്മുടെ ചുറ്റുഭാഗത്തും കണ്ടേക്കാം. അവർ നമ്മെ പ്രലോഭിപ്പിച്ചേക്കാം. ഒരുപക്ഷേ അവരുടെ വേഷവിധാനങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ അവരുടെ ശാരീരികമായ ചലനങ്ങൾ കൊണ്ട് ഒക്കെ നമ്മെ പ്രലോഭിപ്പിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ അത്യുന്നതമായ തണൽ ലഭിക്കപ്പെടുന്ന വിഭാഗത്തിൽ അതാ മറ്റൊരു വിഭാഗം, വറജുലുൻ ദഅതുഹും امرأة ذات منصب وجمال فقال إني أخاف الله. ഒരു മനുഷ്യന് നാളെ പരലോകത്ത് പ്രത്യേകം തണലുണ്ട്. അയാൾ ആരാണ്? ദഅതുഹു, അവനെ ക്ഷണിക്കുകയാണ്. ഇംറഅത്തുൻ, ഒരു പെണ്ണ്, ذات منصب وجمال, അഴകുള്ള സൗന്ദര്യമുള്ള കുലീനയായ തറവാടിയായ കാണാൻ മുഞ്ചുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളെ വശ്യമായ പെരുമാറ്റത്തിലൂടെ ഈ മനുഷ്യനെ തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോ അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല, കാരണം അവൻ പഠിച്ചറിഞ്ഞിട്ടുണ്ട്. ആര് കാണുന്നില്ലെങ്കിലും ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഞാൻ പതറാൻ പാടില്ല. ആ സമയത്ത് തിന്മകളിലേക്ക് നമ്മെ മാടി വിളിക്കുന്ന ഘട്ടത്തിലും ഈ വിശ്വാസിയായ ചെറുപ്പക്കാരൻ, ഈ മനുഷ്യൻ പറയുകയാണ്, അരുത്, എന്നെ ക്ഷണിക്കണ്ട, ഞാനതിന് അനുസരിക്കില്ല. കാരണം ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ മാത്രം മാനസികമായ ഒരു ദൃഢത ഈ വലിയ ഈ സമ്മേളനത്തിൽ നിന്ന് പ്രിയമുള്ളവരെ നമ്മൾ നേടിയെടുത്തവരാണ്, അല്ലെങ്കിൽ നേടിയെടുക്കേണ്ടവരാണ്. ആ അർത്ഥത്തിൽ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ പരീക്ഷണ ഘട്ടങ്ങളും ഓരോ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ഒരു മാനസികമായ ഈമാനികമായ കരുത്താണ് നമ്മൾ ആർജിക്കേണ്ടത്. അതല്ലാതെ സഹപാഠികളുടെ തൃപ്തി നോക്കിയാൽ, ഒപ്പം പഠിക്കുന്നവൻ്റെ തൃപ്തി നോക്കിയാൽ, അതേ തിന്മയിലേക്ക് ക്ഷണിക്കുന്നവന്റെ ആ പ്രത്യേകമായ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടാൽ പരലോക കോടതിയിലെത്തുമ്പോ നമ്മെ തിന്മയിലേക്ക് നയിച്ചവരാരും നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവില്ലെന്ന് മാത്രമല്ല, പരസ്പരം കടിച്ചു കീറുന്ന അതികഠിനമായ ശത്രുതയുള്ള ആളുകളായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. യാ വൈലതാ ലൈതനി ലമ്മത്തഖിദ് ഫുലാനൻ ഖലീലാ ലഖദ് അദല്ലനി അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി. പരലോകത്ത് വെച്ച് വിലപിക്കുകയാണ്. എന്തിനാ വിലപിക്കുന്നത് പ്രിയമുള്ളവരെ? ഈ ലോക ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക്, വഴിവിട്ട സെക്സിലേക്ക്, അനാവശ്യമായ ജീവിതത്തിലേക്ക്, അനാവശ്യമായ സംസാരങ്ങളിലേക്ക്, കലാപങ്ങളിലേക്ക്, അതുപോലെയുള്ള വഴക്കുകളിലേക്കും ബഹളങ്ങളിലേക്കും നമ്മെ മാടി വിളിച്ച്, അതൊക്കെയാണടോ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഇപ്പോൾ തന്നെ നീ ഇങ്ങനെ വലിയ അദാസ്തികനായി മാറല്ലേ എന്ന് പറഞ്ഞു പ്രലോഭനങ്ങളുടെ ഒരുപാട് ഭാണ്ഡക്കെട്ടുകൾ നമുക്ക് മുമ്പിൽ അങ്ങനെ തുറന്നു വെച്ചിട്ട് അത്യാകർഷകമായ ശൈലിയിലും രൂപത്തിലും വ്യത്യസ്തങ്ങളായ പേരുകളൊക്കെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ട് നമ്മുടെ വിശ്വാസത്തെ പഴപ്പിച്ചവൻ, കർമ്മത്തെ നശിപ്പിച്ചവൻ, നമ്മുടെ സൽക്കർമ്മങ്ങളെ ഇല്ലാതാക്കിയവൻ, നമ്മുടെ സൽസ്വഭാവത്തെ ഇല്ലാതാക്കിയവൻ, നമ്മുടെ ലൈംഗിക വിശുദ്ധിയെ തകർത്തവൻ,
തേർത്ത് കളഞ്ഞവൻ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മാലിന്യം വാരി വിതറിയ മനുഷ്യൻ, അവന് നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോ നമ്മൾ വിലപിക്കുകയാണ്, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇവനെ ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടായി ദുന്യാവിൽ സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവനല്ലേ എന്നെ ഇതിൽ കൊണ്ടുവന്ന് ചാടിച്ചത്. ലഖദ് അദല്ലനീ, ഇവനാണ് എന്നെ പഴപ്പിച്ചത്. അനിദ്ദിക്രി, ശരിക്ക് മനസ്സിലാക്ക്, 3 ദിവസം ഇവിടെ നടന്നത് ദിക്റാണ്. അദ്ദിക്ർ എന്ന് പറഞ്ഞതിൻ്റെ വിശദ വിവരങ്ങൾ ആ 3 ദിവസം നിങ്ങൾ ഈ പ്രോഫ്കോണിലൂടെ കേട്ടത്. സർവശക്തനായ നാഥൻ അവതരിപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ മുതൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പാലിക്കേണ്ട ആദാബുകൾ, മര്യാദകൾ വരെ ഇവിടെ പഠിപ്പിക്കപ്പെട്ടു. ആ ദിക്റുകളിൽ നിന്നെല്ലാം അതൊക്കെ മനസ്സിലായി കഴിഞ്ഞതിൻ്റെ ശേഷവും ക്യാമ്പസിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത, ഇതിനൊന്നും ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത, ഈ മേഖലയെക്കുറിച്ച് ഒരക്ഷരം കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്തവൻ പിന്നെയും നിന്നെ പ്രലോഭിപ്പിച്ച് പഴയകാല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോ പരലോകത്ത് പറയുന്ന വിലാപമാണ് ഈ പറയുന്നത്. ലഖദ് അദല്ലനീ, ഇവനാണ് എന്നെ പഴപ്പിച്ചത്. അനിദ്ദിക്രി, ഞാൻ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതുമായ ഉത്ബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് ഇവനാണ് എന്നെ പഴപ്പിച്ച് കളഞ്ഞത്. ആ ഉത്ബോധനങ്ങൾ എനിക്ക് കിട്ടാഞ്ഞിട്ടല്ല ഞാൻ പഴച്ചത്. ശ്രദ്ധിക്ക് പ്രിയമുള്ളവരെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങൾ ആ ഭാഗമൊന്ന് അണ്ടർലൈൻ ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ ഒന്നുകൂടി നിങ്ങൾ പഠിക്ക്. ലഖദ് അദല്ലനീ അനിദ്ദിക്രി എന്ന് പറഞ്ഞു നിർത്തിയിട്ടില്ല. ബഅദ ഇദ് ജാഅനീ, ആ അറിവും ഉത്ബോധനവും ഒന്നും കിട്ടാത്തയാളായിരുന്നില്ല ഞാൻ. എനിക്കതൊക്കെ കിട്ടിയിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കി തരാൻ ആളുകൾ ഉണ്ടായിട്ടും അതിനൊക്കെ ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊക്കെ അറിഞ്ഞവനാണ് ഞാൻ. പക്ഷേ ഇവനാണ് എന്നെ അതിൽ നിന്നൊക്കെ മടക്കി മറ്റൊരു ജീവിതത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് അതപ്പതിപ്പിച്ചത്. അവിടെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പരലോക വിലാപം ആര് കേൾക്കാനാ? നരകത്തിൽ വെച്ച് പോലും ആ വിലാപമുണ്ട്, ആ വിലാപമുണ്ട്. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. സൂറത്തു ഫാത്തിറിൽ അല്ലാഹു തആല ഗൗരവത്തോടെ പഠിപ്പിക്കുകയാണ്. സത്യനിഷേധത്തിന്റെ വക്താക്കൾ സത്യം മനസ്സിലായതിന്റെ ശേഷവും ധിക്കാരത്തോടെ ഈ ലോക ജീവിതത്തിൽ പിന്നെയും പഴയകാല ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയവർ, അവർ മരിച്ചു കഴിഞ്ഞ് പരലോക കോടതിയിലെത്തി അവരതാ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും ആ നരകത്തിൽ വീണാലും മോഹം തീരുന്നില്ല. ആ മോഹം എന്താണ്? ഒരു മടക്കം തരാമോ? മരണത്തിന്റെ നേരത്ത് ആഗ്രഹിച്ച ആഗ്രഹത്തിന് ഒട്ടും കുറവ് വരുന്നില്ല. ഖബറിലെത്തിയാലും കുറവ് വരുന്നില്ല. നരകത്തെ കൺമുമ്പിൽ കാണുമ്പോഴും കുറവ് വരുന്നില്ല. വലൗതറാ ഇതിൽ മുജ്രിമൂന വലൗതറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ ഇന്നാ മൂഖിനൂൻ. പരലോക കോടതിയിലെത്തിയിട്ട് നരകമിങ്ങനെ തിളച്ചു മറിയുന്നത് കണ്ടിട്ടേയുള്ളൂ, അതിലേക്ക് എറിയപ്പെട്ടിട്ടില്ല. അപ്പോഴേക്ക് തന്നെ ബേജാറും വെപ്രാളവും കാണിക്കുകയാണ്. നരകത്തിന്റെ ചുറ്റും അങ്ങനെ നിർത്തപ്പെട്ടു. റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ശിരസ് കുനിഞ്ഞുകൊണ്ട് ഏത് ധിക്കാരികളും അവിടെ പഞ്ചപുച്ഛ മടക്കിയിട്ട് തലകെട്ടി തലകുനിച്ച് നിൽക്കുകയാണ്. ഇതാ അവരങ്ങനെ നിൽക്കുന്ന നേരത്ത് അല്ലാഹു ആ രംഗം പറയുന്നത് എന്താ? ആ സമയത്ത് അവര് പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സർനാ, ഞങ്ങൾ കണ്ടു, വസമിഅനാ, ഞങ്ങൾ കേട്ടു. ഇപ്പോ ഒക്കെ ബോധ്യമായി. കേട്ടതും കണ്ടതും മനസ്സിലാക്കിയതുമൊക്കെ യാഥാർത്ഥ്യമായിരുന്നു. അതുകൊണ്ട് ഫർജിഅനാ, ഒന്ന് മടക്കി തരാമോ? ദുനിയാവിലേക്ക് ഒരു ചാൻസ് കൂടി തരാമോ? നഅമൽ സാലിഹാ, ഞങ്ങളൊന്ന് സൽക്കർമ്മം ചെയ്യട്ടെ. ഇന്നാ മൂഖിനൂൻ, ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ഉറച്ച വിശ്വാസം വന്നിട്ടുണ്ട്.
പക്ഷേ എന്തവസരം? ഇനി ഒരു ചാൻസ് ഉണ്ടോ? നരകത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു അവർ. അവിടേക്ക് എടുത്തെറിയപ്പെട്ടപ്പോഴും അവരുടെ വിലാപം ഇങ്ങനെ തന്നെയാണ്. വഹും യസ്തരിഖൂന ഫീഹാ, അവരാ നരകത്തിൽ കിടന്നുകൊണ്ട് ആർത്തട്ടഹസിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നത് എന്താ? റബ്ബനാ അഖ്രിജ്നാ, റബ്ബേ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് ഇട്ടതായോ. സഹിക്കാൻ വയ്യാത്ത ശിക്ഷയാണ് നാഥാ, ഒന്ന് പുറത്തേക്ക് ഇട്ടതായോ. നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാത്ത ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം, എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ, അനിയത്തിമാരെ, അള്ളാന്റെ ചോദ്യം അടിവരയിട്ട് മനസ്സിലാക്ക്. റഹ്മാനായ റബ്ബിന് ഇവിടെ ഒരു ചോദ്യമാണ് നമ്മോട് ചോദിക്കാനുള്ളത്. അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? ഞാൻ നിങ്ങൾക്ക് ആയുഷ്കാലം തന്നിരുന്നില്ലയോ? എത്രത്തോളം ഏജ് നീ ജീവിച്ചവനാണ്, എത്ര കാലം നീ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയവനാണ്, എത്രത്തോളം നിനക്ക് തന്നോ. അവലം നുഅമ്മിർക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ നന്നാകാനുമൊക്കെ സൗകര്യപ്പെടുമാറ് നിങ്ങൾക്ക് സമയം തന്നു. ഞാൻ വെറുതെ സമയം തന്നു വിട്ടതുമായിരുന്നില്ല. ആ സമയങ്ങൾ നിങ്ങൾ എത്രത്തോളം നന്മയിലേക്ക് വിനിയോഗിക്കണമെന്ന് വിവരിച്ച് തരാൻ വേണ്ടി വജാഅകുമുൻ നദീർ, താക്കീതുകാരും ഉത്ബോധകന്മാരും മുന്നറിയിപ്പുകാരും നിങ്ങൾക്ക് വരികയും ചെയ്തിരുന്നില്ലയോ? അതുകൊണ്ട് ഇനി എന്താ നിങ്ങളുടെ അട്ടഹാസം കൊണ്ട് കാര്യം? അവസാനം ഒരൊറ്റ വാക്കേ ഉള്ളൂ. മിണ്ടാതെ അവിടെ കിടന്നോ, ഒരക്ഷരം മിണ്ടരുത്. അനുഭവിച്ചോളൂ. നിങ്ങൾ വലിയ ആളുകളായിരുന്നില്ലേ, പരിഹാസത്തിന്റെ വക്താക്കളായിരുന്നില്ലേ, ധിക്കാരികളായിരുന്നില്ലേ, നിഷേധികളായിരുന്നില്ലേ, വലിയ യുക്തിവാദക്കാരെന്ന് പറഞ്ഞ് വലിയ അഭിമാനം കൊണ്ടവരായിരുന്നില്ലേ? അനുഭവിക്കടോ, അനുഭവിക്ക് എന്ന് പറയപ്പെടുന്ന മറുപടിയല്ലാത്ത മറ്റൊന്നും നരകാഗ്നിയിലും കിട്ടാനില്ലെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബാധ്യതകൾ നിർവഹിക്കൂ പ്രിയമുള്ളവരെ. ഇതൊക്കെ പരലോകത്തും മരണാനന്തരവും നടക്കുന്ന കാര്യമാണെന്ന് മരിക്കുന്നതിൻ്റെ മുമ്പേ നമ്മോട് രക്ഷിതാവ് അറിയിച്ചു തന്നത് നമ്മോടുള്ള കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് ആ അറിയിപ്പ് കിട്ടിയ നമ്മൾ ഇനി പിറകോട്ട് പോകരുത്. നമ്മുടെ വരുംകാല ജീവിതത്തിന് ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസത്തിന്റെ വക്താക്കളാവണം, ശിർക്കിന്റെ വക്താക്കളാവരുത്. റഹ്മാനായ റബ്ബിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ആ നാഥനല്ലാതെ നമ്മെ ആത്യന്തികമായി സഹായിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. നമ്മുടെ കർമ്മങ്ങൾ വിശുദ്ധമാകണം, നമ്മുടെ സ്വഭാവങ്ങൾ, ഇടപെടലുകൾ വിശുദ്ധമാകണം, നമ്മുടെ ലൈംഗിക ജീവിതം വിശുദ്ധമാകണം, നമ്മുടെ സാമ്പത്തിക മേഖല വിശുദ്ധമാകണം. സർവതല സ്പർശിയായ വിശുദ്ധിയുടെ എല്ലാ മാനദണ്ഡങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇനി നമ്മുടെ കലാലയങ്ങളിൽ നന്മയുടേതായ വിളക്കുമാടങ്ങളായി മാറുവാൻ ഒരൊറ്റ വിദ്യാർത്ഥിയാണ് ഒരു ക്യാമ്പസിൻ്റെ അകത്തുള്ളതെങ്കിലും ഞാനെന്ന നിലക്ക് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അത് പ്രഖ്യാപിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ലവൻ ആരുണ്ട്? റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവൻ. ആ ക്ഷണിക്കുന്ന മാർഗം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൽക്കർമ്മ നിരതമായ സാലിഹായ മുത്തഖിയായി ജീവിക്കുന്നവൻ. ഞാൻ മുസൽമാനാണ്, മുസ്ലിമാണെന്ന് എവിടെയും സമാധാനത്തോടെ ഉറക്കെ പറയാൻ മാനസികമായി കരുത്ത് നേടിയവൻ, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ അഭിമാനിക്കുന്നവൻ. ആ നിലക്ക് സർവ്വ സഹജീവികളോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സമാധാനത്തിൻ്റെ ഭാഷയിൽ, ഗുണകാംക്ഷയുടെ ശൈലിയിൽ ഈ സന്മാർഗത്തിലേക്ക്, റബ്ബിലേക്ക്, റസൂലിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ബാധ്യതയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ആ രംഗത്ത് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുവാനുള്ള ധാരാളം വേദികൾ നമുക്ക് മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. അവയെയൊക്കെ ഉപയോഗപ്പെടുത്തണം. നമ്മളൊരു ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ, ആ ക്യാമ്പസിനോട് വിട പറയുമ്പോൾ
ഞാനവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു തെളിവ് ബാക്കിയാക്കിയിട്ട് വേണം മടങ്ങിപ്പോരാൻ. അതെന്താ? ഒരു നല്ല നന്മയുടെ പ്രകാശം അവിടെ കൊളുത്തി വെക്കാൻ സാധിക്കണം. ഒരു വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനം നടക്കുന്ന ഒരു സദസ്സിന്റെ തുടക്കക്കാരനായി നിങ്ങൾക്കൊരു ക്യാമ്പസിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങാൻ തൗഫീഖ് നൽകപ്പെട്ടാൽ അതിനേക്കാൾ ജീവിതത്തിൽ എന്തു വലിയ അനുഗ്രഹമാണ് ഇനി നമുക്ക് നേടിയെടുക്കുവാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബാധ്യതകൾ ഇനി നമ്മളാണ് നിർവഹിക്കേണ്ടത്. ഉത്ബോധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അത് നെഞ്ചിലേറ്റി ചിന്തയോടെ വളരെയേറെ സമാധാനത്തോടെ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും വിശുദ്ധി പാലിച്ച് സർവോപരി നല്ല ഒരു മരണത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇനിയും ജീവിക്കേണ്ടത്.